ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജെയിൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ബാക്കിലുള്ളത് എൻ്റെ ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ് ഈ കാണുന്നത്. അപ്പോൾ എൻ്റെ കുറേ ആൾക്കാരും ചോദിച്ചു എൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ, അതായത് എൻ്റെ എത്ര റേറ്റ് ആയി എന്നുള്ളതൊക്കെ ചോദിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നതിൻ്റെ റേറ്റാണ്, എന്ന് മാത്രം റേറ്റ് ആയി എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോരോ കമ്പോണൻറ്റ് വൈസ് നമുക്ക് നോക്കാം എത്ര റേറ്റ് ആയി എന്നുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരു വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യണം. അതുപോലെ എന്തെങ്കിലും ഡൗട്ടിൻ്റെ കമൻറ്റ് ചെയ്താൽ മതി, അത് ഞാൻ മാക്സിമം ആൻസർ ചെയ്യുന്നതാണ്. ഞാൻ എല്ലാ വീഡിയോയും പറയാറുള്ളതാണ്, വീണ്ടും പറയുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം. ഈ കാണുന്ന 5 പാനൽസാണ് വെച്ചിട്ടുള്ളത്. ഇത് വന്നിട്ട് ആദ്യത്തെ 3 പാനൽസ്, ഈ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന 3 പാനൽസ് വന്നിട്ട് ഞാൻ ലൂം സോളാറിൻ്റെ സൈറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഈ 5 പാനൽസും 12 വോൾട്ട് ആണ്. അപ്പോൾ ഈ ലൂം സോളാർ വാങ്ങിച്ച ഈ പാനൽസ് വന്നിട്ട് 9 ആംപിയർ ആണ് ഒരു പാനലിൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. ഓരോ പാനലിൽ നമുക്ക് 9 ആംപിയർ വെച്ച് കിട്ടും. ഇത് വന്നിട്ട് 9 ഉണ്ട്, പക്ഷേ അതിന് എഫിഷ്യൻസി കുറച്ച് കുറവാണ്. ഇപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ രണ്ടും വന്നിട്ട് മോണോക്രിസ്റ്റലൈൻ പാനൽസ് തന്നെയാണ്, പക്ഷേ ആക്ച്വലി വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത സമയത്ത് ടെക്നോളജി അത്ര അഡ്വാൻസ് ആയിരുന്നില്ല. അപ്പോൾ ഇത് വന്നിട്ട് സാധാരണ ഒരു മോണോക്രിസ്റ്റലൈനും ഇത് ആക്ച്വലി മോണോ പെർക്ക് പാനൽസ് ആണ്. ഇത് ഈ 2 പാനൽസ്, ഇവിടെ കാണുന്ന ഈ 2 പാനൽസ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് 2 ഡിഫറെൻറ്റ് കമ്പനീസിൽ നിന്നാണ്. ഒന്ന് വന്നിട്ട് ബ്ലൂ ബേർഡിൽ നിന്നും ഒന്ന് വന്നിട്ട് സൺ സോളാറിൽ നിന്നും. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം. ഒന്ന് വന്നിട്ട് സൺ സോളാറും രണ്ടാമത്തെ വന്നിട്ട് ബ്ലൂ ബേർഡുമാണ്. ബാക്കിയുള്ള 3 പാനൽസ് നമ്മൾ വാങ്ങിച്ചിരുന്നത് ലൂം സോളാറിൻ്റെ സൈറ്റിൽ നിന്നാണ്. അത് ഞാൻ ആക്ച്വലി വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. അത് 3 ലൂം സോളാറിൻ്റെ സൈറ്റിൽ നിന്നാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പാനൽ സ്റ്റാൻഡ് വന്നിട്ട് ഞാൻ അത് ലൂം സോളാർ സൈറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. ആക്ച്വലി ലൂം സോളാറിൻ്റെ സൈറ്റിൽ നമുക്ക് എല്ലാം കിട്ടും. നമുക്ക് ആർക്കും ആക്ച്വലി ഇൻസ്റ്റാൾ ചെയ്യാം, വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. കുറച്ച് നമ്മൾ വർക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് വന്നിട്ട് 3 പാനലിൻ്റെ സ്റ്റാൻഡാണ്. ഇത് വന്നിട്ട് 2 പാനലിൻ്റെ സ്റ്റാൻഡാണ്. ആക്ച്വലി 2 ഞാൻ വാങ്ങിച്ചത് ലൂം സോളാറിൻ്റെ സൈറ്റിൽ നിന്നാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് ലിങ്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർ അവിടെ നിന്ന് വാങ്ങിച്ചാൽ മതി. എൻ്റെ ആദ്യത്തെ വീഡിയോ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടാൽ മതി, അതിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ ഐ ബട്ടണിലും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ കാണാത്ത ആൾക്കാർ പോയി കണ്ടാൽ മതി. അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് MPPT ചാർജ് കൺട്രോളറിലേക്കാണ്. ഈ 3 പാനൽസ്, ഈ 2 പാനൽസ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് PWM ചാർജ് കൺട്രോളിലേക്ക്. കാരണം നമുക്ക് ഈ 5 പാനലും കൂടി നമുക്ക് ഒരേ ഒരു ചാർജ് കൺട്രോളർ ത്രൂ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമുക്ക് എൻ്റെ ആംപിയർ നോക്കുമ്പോൾ 30 ആംപിയർ ആണ് നമുക്ക് MPPT കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ MPPT കണക്ട് ചെയ്യുന്ന 30 ആംപിയർ ഞാൻ വരുന്നത് വന്നിട്ട് MC4 കണക്ടേഴ്സ് എന്ന് പറയും. ഈ കാണുന്ന MC4 കണക്ടേഴ്സ്, ഇത് ആക്ച്വലി 3 പാനൽസും കമ്പൈൻ ചെയ്തിട്ട് ഒറ്റ ഇതിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ഞാൻ ഉപയോഗിച്ചിരുന്നത് 6 mm വയറാണ്, DC കേബിളാണ് ഉപയോഗിച്ചിരുന്നത്. ഇത് വന്നിട്ട് 2 പാനലായതുകൊണ്ട് ചെറിയ വയർ മതി, നമുക്ക് 4 mm മതി. എല്ലാം ഞാൻ DC കേബിൾസാണ് ഉപയോഗിച്ചിരുന്നത്. നമ്മൾ ആക്ച്വലി AC വയർ ഉപയോഗിക്കാൻ പാടില്ല, കാരണം ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസ് വരും. അപ്പോൾ എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നത് DC കേബിൾ ഉപയോഗിക്കണമെന്നാണ്, കാരണം നമുക്ക് ഹീറ്റ് ലോസസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് എല്ലാവരും DC കേബിളിന് ഉപയോഗിക്കണം. ഇത് ലൂം സോളാറിൽ നിന്ന് വാങ്ങിച്ച പാനലിൻ്റെ ബാക്ക് സൈഡാണ്. അതിലൊന്ന് എൻ്റെ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, എൻ്റെ വോൾട്ടേജ് എല്ലാം കൊടുത്തിട്ടുണ്ട്. 180 വാട്ട്സ് ആണ്, 19 വോൾട്ടും 9 ആംപിയറുമാണ് എൻ്റെ കപ്പാസിറ്റി. ഞാൻ കൊടുത്തിരിക്കുന്നത് പാരലൽ കണക്ഷനാണ്. അപ്പോൾ വോൾട്ടേജ് സെയിം ആയിട്ട് നിൽക്കുകയും ചെയ്യും, ആംപിയർ ഇൻക്രീസ് ആവുകയും ചെയ്യും. അപ്പോൾ ഈ 3 പാനൽസ് വന്നിട്ട് നമ്മൾ MPPTയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം മെർജ് ചെയ്തിട്ട് 3-in-1 കണക്ടറാണ്, MC4 കണക്ടറാണ് ഈ കാണുന്നത്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഓരോന്നിൻ്റെ റേറ്റ് ഞാൻ അതിൽ പറയാം. നിങ്ങളെപ്പോഴും MC4 കണക്ടേഴ്സ് ഉപയോഗിക്കണം കേട്ടോ, അതാണ് കുറച്ചും കൂടി സേഫ്. അപ്പോൾ പ്ലഗ് ആൻഡ് പ്ലേ ആണ്. നേരത്തെ പറഞ്ഞ പോലെ 6 mm വയറാണ് അതിൽ ഉപയോഗിക്കുന്നത്. ഇത് നേരെ താഴത്തേക്കാണ് പോകുന്നത്, നമ്മുടെ ഇൻവെർട്ടറിലേക്കാണ് ഇത് പോകുന്നത്. ഇൻവെർട്ടർ മുന്നേ ചാർജ് കൺട്രോളർ ഉണ്ട്, ചാർജ് കൺട്രോളർ ത്രൂ ഇൻവെർട്ടർ. നിങ്ങളെപ്പോഴും വാങ്ങിക്കുമ്പോൾ നിങ്ങൾ നല്ല വയർ നോക്കി വാങ്ങിക്കണം, DC കേബിൾസ്. അപ്പോൾ ലോ ക്വാളിറ്റി വാങ്ങിച്ചിട്ട് കാര്യമില്ല, നമുക്ക് ലോസസ് വരും. അപ്പോൾ നിങ്ങളിപ്പോൾ ചെറിയൊരു ലാഭം നോക്കിയിട്ട് നിങ്ങൾ സാധാരണ ക്വാളിറ്റി DC കേബിൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലോസസ് ഭയങ്കരമായിരിക്കും. പിന്നെ AC കേബിൾസ് ഒരിക്കലും അതിന് ഉപയോഗിക്കാൻ പാടില്ല. ഇതാണ് ബ്ലൂ ബേർഡിൽ നിന്ന് വാങ്ങിച്ച പാനൽ. ആക്ച്വലി ബ്ലൂ ബേർഡ് വന്നിട്ട് പഴയ ടെക്നോളജിയാണ്. ഈ സൺ സോളാറും ബ്ലൂ ബേർഡും ഇച്ചിരി പഴയതാണ്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് കുറവാണ്, 9 ആംപിയർ ഉണ്ടെങ്കിലും ഇച്ചിരി കുറവായിരിക്കും, കാരണം പഴയ ടെക്നോളജി ആയതുകൊണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് 2 വയർ വൈ കണക്ടറാണ്, MC4 കണക്ടർ തന്നെയാണ്. ഇത് ഉപയോഗിച്ചിരിക്കുന്നത് 4 mm വയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എൻ്റെ ടോട്ടൽ വയർ ലെങ്ത് വന്നിട്ട് 20 മീറ്റേഴ്സ് ആട്ടോ. അതിൻ്റെ റൂഫിൽ നിന്ന് എൻ്റെ ചാർജ് കൺട്രോളർ വരെയുള്ള ലെങ്ത് വന്നിട്ട് 20 മീറ്റർ. ഇപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ ഉപയോഗിക്കുന്നത് ഒരു നോർമൽ ഇൻവെർട്ടർ ആയതുകൊണ്ടാണ്. ഇപ്പോൾ സോളാർ ഇൻവെർട്ടർ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാം, അപ്പോൾ ചാർജ് കൺട്രോളറിൻ്റെ ആവശ്യം വരില്ല. അതായത് പാനൽ വന്നിട്ട് നമുക്ക് ഡയറക്റ്റ്ലി ഇൻവെർട്ടറിലേക്ക് കണക്ട് ചെയ്യാം. എൻ്റേത് പഴയ മോഡലാണ്, അപ്പോൾ ആ ഓപ്ഷൻ ഇല്ല. അപ്പോൾ എൻ്റെ ചാർജ് കൺട്രോളർ ത്രൂ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ടോപ്പ് റൂഫിൽ നിന്ന് ചാർജ് കൺട്രോളർ വരെയുള്ള ലെങ്ത് വന്നിട്ട് 20 മീറ്ററാണ്. ഞങ്ങൾ ഉപയോഗിക്കുന്ന ചാർജ് കൺട്രോളർ വന്നിട്ട് 2 ടൈപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഫസ്റ്റ് MPPT ആണെങ്കിൽ സ്മാർട്ടിൻ്റെ 30 ആംപിയറിൻ്റെ ചാർജ് കൺട്രോളാണ് ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ള 2 പാനലിലെയും കണക്ട് ചെയ്യുന്നത് PWM ചാർജ് കൺട്രോളറിലേക്കാണ്. അത് വന്നിട്ട് AmiciSmartൻ്റെ ആണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മൾ ഈ പാനലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നോക്കേണ്ട മെയിൻ കാര്യം, നമുക്ക് ഷാഡോ വീഴാൻ പാടില്ല. നിഴൽ വീണ് കഴിഞ്ഞാൽ നമുക്ക് എഫിഷ്യൻസി കുറയും. അപ്പോൾ എൻ്റെ റൂഫ് ഒന്നും ഇപ്പോൾ വീഡിയോ കാണുന്നതല്ല, ഫുൾ ഓപ്പൺ ആണ്. സൈഡിൽ മരങ്ങളൊന്നും ഇതിൽ അഫക്റ്റ് ചെയ്യുന്നില്ല, മരങ്ങളുടെ നിഴലൊന്നും വീഴുന്നില്ല.
അപ്പോൾ അങ്ങനത്തെ ഏരിയയിൽ വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ, എന്നാൽ മാത്രമേ ഒരു ഗുണമുള്ളൂ. നമുക്ക് പോയി നേരെ താഴത്തേക്ക് പോകാം. ഇതാണ് നമ്മുടെ പാനൽസിന് വരുന്ന കണക്ഷൻ ഡയറക്റ്റ് ഇങ്ങോട്ടേക്കാണ് വരുന്നത്. ഞാൻ MCB എടുത്തിട്ടുണ്ട്. ഞാൻ ഉപയോഗിച്ച DC MCB ആണ്, നമ്മൾ AC MCB ഉപയോഗിച്ചിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ ഓരോ അറയ്ക്കും 32 ആംപിയറിൻ്റെ MCB ആണ് ഉപയോഗിക്കുന്നത്. അവിടെ നിന്ന് നേരെ കണക്ഷൻ വരുന്നത് നമ്മുടെ ചാർജ് കൺട്രോളറിലേക്കാണ്. ഇതാണ് സ്മാർട്ടൻ്റെ MPPT ചാർജ് കൺട്രോളർ 30 ആംപിയറിൻ്റെ. ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഈവനിങ് ആണ്, അതാണ് എൻ്റെ വോൾട്ടേജ് ഒന്നും കാണിക്കാത്തത്, ആംപിയർ കാണിക്കാത്തത് അതുകൊണ്ടാണ്. ഇപ്പോൾ ബാറ്ററി വോൾട്ടേജ് 12.5 വോൾട്ട് ഉണ്ട്. നമ്മളിതുവരെ 120 യൂണിറ്റ്സ് സേവ് ചെയ്തിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ മെയിൻസ് ഉണ്ട്, പക്ഷെ നമ്മൾ മെയിൻസ് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഈവനിങ് ആയതുകൊണ്ട് സോളാർ പവർ ഇല്ല, അതുകൊണ്ടാണ്. 215 വോൾട്ടേജ് ഉണ്ട്. ഇപ്പോൾ ഇതാ മോഡൽ നമ്പറാണ് പ്രൈം പ്ലസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉപയോഗിച്ചിരുന്നത് 12 വോൾട്ട് 30 ആംപിയർ. ഇതാണ് നമ്മുടെ കപ്പാസിറ്റി. ഉപയോഗിക്കുന്ന ബാറ്ററി വന്നിട്ട് 150H C10 ട്യൂബുലാർ ബാറ്ററിയാണ്. ഞാൻ ഈ സ്മാർട്ടൻ MPPTയെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെ സെറ്റിങ്സ് ഒക്കെ ഞാൻ ഇതിൽ ഡീറ്റെയിൽ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇതാണ് കംപ്ലീറ്റ് സെറ്റപ്പ്. ഇത് വന്നിട്ട് PWM ചാർജ് കൺട്രോളറാണ്. നിങ്ങൾ മേളിൽ കണ്ട രണ്ടാമത്തെ പാനൽ, അത് കണക്ട് ചെയ്യുന്നത് PWMലേക്കാണ്. ഇത് വന്നിട്ട് MPPTയിലേക്ക് 3 പാനൽസും ബാക്കി 2 പാനൽസ് വന്നിട്ട് PWMലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഇതാണ് PWM ചാർജ് കൺട്രോളർ. ഇത് 60 ആംപിയർ വരെ പാനൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ തൽക്കാലം 2 പാനലേ കണക്ട് ചെയ്തിട്ടുള്ളൂ, അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ നേരെ ബാറ്ററിയിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് C10 ബാറ്ററിയാണ്, 150H C10 ട്യൂബുലാർ ബാറ്ററിയാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ C10ലേക്ക് പോകണം കേട്ടോ. നിങ്ങൾ C20 വാങ്ങിച്ചിട്ട് കാര്യമില്ല, കുറേ ലോസസ് വരും. അപ്പോൾ ഇതാണ് കംപ്ലീറ്റ് സെറ്റപ്പ്. ഇതാണ് ഇൻവെർട്ടർ പോയിൻറ്റ്. ഞാൻ ഉപയോഗിക്കുന്ന ഇൻവെർട്ടർ വന്നിട്ട് ഇത് മൈക്രോടെക്കിൻ്റെ ഇൻവെർട്ടറാണ്. 1200 VA ഇൻവെർട്ടറാണ്, സൈൻ വേവ് ഇൻവെർട്ടറാണ്. അപ്പോൾ ഇൻവെർട്ടർ വന്നിട്ട് നമ്മുടെ MPPT ചാർജ് കൺട്രോളറിൻ്റെ ബാക്കിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഈ MPPT വന്നിട്ട് ചെറിയൊരു മിനി കമ്പ്യൂട്ടർ തന്നെയാണ്. അതാണ് ഡിസൈഡ് ചെയ്യുന്നത് എപ്പോൾ KCB ഓൺ ചെയ്യണം, എപ്പോൾ KCB കട്ട് ചെയ്യണം, എല്ലാം കൺട്രോൾ ചെയ്യുന്നത് MPPT ആണ്. ഇതാണ് എൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ചെയ്ത് ഇട്ടേക്കാം. ഇത് വളരെ സിമ്പിൾ ഡയഗ്രാം ആണ്, നിങ്ങൾക്ക് ആർക്ക് കണ്ടാലും മനസ്സിലാവും. ആർക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, ഇത് നോക്കി ചെയ്യാൻ പറ്റും. സിമ്പിൾ കണക്ഷനാണ്. അപ്പോൾ എൻ്റെ ഡൗട്ടിന് ചോദിച്ചാൽ മതി, ഞാൻ അതിൽ ആൻസർ ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈ കാണിച്ചിരിക്കുന്നതാണ് ഓരോ കമ്പോണൻറ്റിൻ്റെ ഇൻഡിവിജ്വൽ റേറ്റ്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും മോഡൽ നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാൻ എല്ലാത്തിനും ഡീറ്റെയിൽ റേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഞാൻ തീർച്ചയായിട്ടും ആൻസർ ചെയ്യുന്നതാണ്. പിന്നെ വരുന്നത് പാനൽ ഇൻസ്റ്റാളേഷനാണ്. ആ പാനലിൻ്റെ ഡയറക്ഷൻ വന്നിട്ട് നമ്മുടെ കേരളത്തിലാണെങ്കിൽ നമുക്ക് സൗത്ത് ഡയറക്ഷനിലേക്കാണ് വെക്കേണ്ടത്, അത് തെക്കേ ഡയറക്ഷനിലേക്കാണ് നമ്മൾ വെക്കേണ്ടത്. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് എഫിഷ്യൻസി എടുക്കാൻ പറ്റുക. അതായത് സൂര്യൻ്റെ ഇതിൻ്റെ ചൂട് അതിൽ വീഴുന്നത് വന്നിട്ട് സൗത്ത് ഡയറക്ഷനിൽ വെക്കുമ്പോഴായിരിക്കും. അത് വെക്കേണ്ട ആംഗിൾ വന്നിട്ട് നമുക്ക് 5 ഡിഗ്രി മുതൽ 15 ഡിഗ്രി വരെ വെക്കാം. അതായത് കേരളത്തിലെ ഒരു ക്ലൈമറ്റ് അല്ല, നമ്മുടെ ഡയറക്ഷൻ വെച്ച് പറയുകയാണെങ്കിൽ 5 മുതൽ 15 ഡിഗ്രി സ്ലോപ്പിലാണ് നമ്മളിപ്പോൾ ഇത് സെറ്റ് ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത്. നമുക്ക് ധാരാളം ആപ്പുകൾ അവൈലബിൾ ആണ്, നമ്മുടെ സ്മാർട്ട് ഫോൺസിലുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും, ആംഗിൾ സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് സൗത്ത് ഫേസിങ് ആയിരിക്കണം, 5 മുതൽ 15 ഡിഗ്രി. അതാണ് നമ്മുടെ പാനൽ സെറ്റ് ചെയ്യേണ്ട ആംഗിൾ. അത് മാത്രമല്ല, നമ്മൾ രാവിലത്തെ ആ ഒരു പീക്ക് ടൈം ഉണ്ടല്ലോ, രാവിലെ എനിക്കൊന്ന് 11 to 3 o'clock ഒക്കെ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് മാക്സിമം സൂര്യൻ്റെ റേസ് വന്നിട്ട് നമ്മുടെ ഈ പാനലിന് മേളിൽ വീഴണം, എന്നാൽ മാത്രമാണ് നമുക്ക് മാക്സിമം എഫിഷ്യൻസി കിട്ടുകയുള്ളൂ. അപ്പോൾ അല്ലാതെ നമ്മൾ ഡയറക്ഷൻ വെച്ചിട്ട് നമുക്ക് കാര്യമില്ല, നമുക്കൊരു ഗുണം ഉണ്ടാകത്തില്ല. അപ്പോൾ ഏത് പാനലാണെങ്കിലും സൗത്ത് ഫേസിങ് വിത്ത് 5 degrees, അതാണ് കേരളത്തിൻ്റെ ഇതിൻ്റെ ആംഗിൾ. പിന്നെ ഇൻസ്റ്റാളേഷനിൽ നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കേണ്ടത് ഒരു ലൂസ് കോൺടാക്റ്റും പാടില്ല. അപ്പോൾ അവിടെ നിന്ന് സ്പാർക്ക് വന്നു കഴിഞ്ഞാൽ അത് ആക്ച്വലി ഫയർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം സൂക്ഷിക്കണം. പ്രോപ്പറായിട്ട് ക്രിമ്പ് ചെയ്തിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ. അതുപോലെ MC4 കണക്ടേഴ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ ഗുണം നമുക്ക് ഈ ഷോർട്ട് സർക്യൂട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത് പ്രോപ്പർ ക്ലിപ്പിംഗ് ആണെങ്കിൽ നമുക്ക് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകത്തില്ല, അത് ഏറ്റവും ഹസാർഡാണ്. പിന്നെയുള്ളത് ഇതിൻ്റെ പ്രോപ്പർ എർത്തിങ് നമ്മൾ ചെയ്യണം. നമുക്കിപ്പോൾ പാനൽ എർത്തിങ് ഉണ്ട്, അതുപോലെ നമ്മുടെ ഈ ഫ്രെയിം ഉണ്ടല്ലോ, ഈ പാനൽ സ്റ്റാൻഡ്, ഇത് രണ്ടും നമ്മൾ എർത്തിങ് ചെയ്യേണ്ടതാണ്, അത് അത്യാവശ്യമാണ്. പിന്നെ ലൈറ്റിനിങ് അറസ്റ്റ് വെക്കേണ്ട ആവശ്യമില്ല, അത്ര വലിയ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. വെച്ചാൽ നിങ്ങൾക്ക് നല്ലതാണ്, അതിൻ്റെ ഗുണമുണ്ട്. പക്ഷേ ഇച്ചിരി കോസ്റ്റ്ലി ആയിരിക്കും, അപ്പോൾ അത് വേണമെന്നില്ല. പിന്നെയുള്ള നിങ്ങൾക്ക് ഇപ്പോൾ ഓൺ ഗ്രിഡ് പോകാൻ നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഓൺ ഗ്രിഡ് ചെയ്യുമ്പോൾ അവർ വന്നിട്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എർത്തിങ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ജസ്റ്റ് ഈ എർത്തിങ് കമ്പി ഉണ്ട്, ഈ കമ്പി നേരെ അതിലേക്ക് ജസ്റ്റ് ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. നമുക്ക് ഓൺ ഗ്രിഡിൽ എർത്തിങ് മാൻഡേറ്ററി ആണ്, അത് ചെയ്യാതെ അവർ KCB അപ്രൂവൽ തരത്തില്ല. ഇപ്പോൾ നിങ്ങൾ പാനൽ സെറ്റ് ചെയ്യാൻ വേണ്ടി ആംഗിൾ ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ ലിങ്ക് കൊടുത്തിരുന്ന സൈറ്റ് ഉണ്ടല്ലോ, ലൂം സോളാറിൻ്റെ സൈറ്റ് നിങ്ങൾ പാനൽ സ്റ്റാൻഡ് വാങ്ങിക്കുകയാണെങ്കിൽ അവരതിൽ പ്രോപ്പർ ഹോൾസ് ഇട്ടാണ് തരുന്നത്. അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആംഗിളിൽ അത് അങ്ങനെ വരുള്ളൂ. നമ്മൾ അറിയാൻ പാടില്ലാത്ത ആൾ സെറ്റ് ചെയ്താൽ പോലും നമുക്ക് പ്രോപ്പറായിട്ടുള്ള ആംഗിളിൽ ആ പാനൽ സെറ്റ് ആവും.
അപ്പോൾ ഫ്രണ്ട്സ് അത്ര ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസായിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ ബൈ ബൈ.